ദ്രൗപദി തന്റെ കൊട്ടാരത്തിനടുത്തുള്ള നദിയിൽ ദിവസവും കുളിക്കുവാൻ അവളുടെ തോഴിമാരോടൊപ്പം പോകുമായിരുന്നു. എന്നാൽ അന്നേ ദിവസം ആ നദിയിൽ ഒരു മുനി കുളിക്കുന്നത് കണ്ടു. അവളും കൂട്ടുകാരും കാത്തിരിക്കുവാൻ തീരുമാനിച്ചു. എന്നാൽ അന്നത്തെ ദിവസം ചൂട് കൂടുതലുള്ളതിനാൽ അധികം നേരം കാത്തിരിക്കുവാൻ കഴിഞ്ഞില്ല. അവൾ മഹർഷിയോട് പുറത്തിറങ്ങാൻ അഭ്യർത്ഥിച്ചു. മുനി മറുപടി പറഞ്ഞു, നദീതീരത്ത് ഞാൻ സൂക്ഷിച്ചിരുന്ന എന്റെ വസ്ത്രങ്ങൾ മോഷ്ടിക്കപ്പെട്ടു. അതിനാൽ എനിക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല. ദ്രൗപദി ഒഴികെയുള്ള എല്ലാ പെൺകുട്ടികളും ചിരിക്കുവാൻ തുടങ്ങി. ദ്രൗപദി പറഞ്ഞു, ഞാൻ എൻ്റെ സാരിയുടെ ഒരു ഭാഗം വലിച്ചു കീറി നിങ്ങളുടെ നേരെ എറിയാം. അത് നിങ്ങൾ പിടിക്കുകയും അത് ധരിച്ച് പുറത്തു വരികയും ചെയ്യുക. മുനി സമ്മതിച്ചു. ദ്രൗപദി തന്റെ സാരിയുടെ ഒരു ഭാഗം കീറി മുനിയുടെ നേരെ എറിഞ്ഞു. എന്നാൽ മുനിക്കത് പിടിക്കുവാൻ കഴിഞ്ഞില്ല. നദിയുടെ ഒഴുക്കിൽ ആ തുണിക്കഷ്ണം ഒലിച്ചുപോയി. അവൾ സാരിയുടെ മറ്റൊരു ഭാഗം കീറി വീണ്ടും മഹർഷിയുടെ നേരെ എറിഞ്ഞു. എന്നാൽ മുനിക്ക് അതും പിടിക്കുവാൻ സാധിച്ചില്ല. അവൾ മൂന്നാമതും സാരിയിൽ നിന്ന് ഒരു കഷ്ണം കീറാൻ പോകുമ്പോൾ മുനി അവളെ തടഞ്ഞു. ഇങ്ങനെ ചോദിച്ചു, നിങ്ങളുടെ സാരി